നിവി നിവി എവിടെ പോയി കിടക്കുന്നു? എന്താ എന്താ വിളിച്ചാ വിളിയാക്കാൻ മേലെ ഇങ്ങോട്ട് വന്നേ. ആ പാര നിർത്തണ്ട് വന്നേ. അവിടെ എങ്ങും ഭാര്യയൊന്നും കാണാനില്ല. ആരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് എന്നോട് നോക്കാൻ പറഞ്ഞത്? രണ്ടുണ്ട കണ്ണണ്ട, അതിന്റെ ചോട്ടിൽ നിന്നാണ് കിളക്കണത്. ഇവിടെ കൊണ്ടുവന്ന് വെച്ചാ? നീ കൊണ്ടുവന്ന് വെച്ചാണോ? ഞാനൊന്നും കൊണ്ടുവന്ന് വെച്ചാൽ അച്ചമ്മ കൊണ്ടുവന്ന് വെച്ചതാണ്. മനുഷ്യനൊന്നും ഉറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല. ഇതെന്താ സുവാസ കേന്ദ്രത്തിൽ വന്ന ഊണും കഴിഞ്ഞ് ഉറങ്ങാനായിട്ട്? നീ ആ പാരയെടുത്തൊന്ന് കുത്തി നോക്കിക്കേ. ഇതിന്റെ തണ്ട് എവിടെയാണെന്നൊന്ന് നോക്കാനാണ്. എന്തിൻ്റെ? ഒരു കാച്ചിൽ ഞാനിവിടെ നട്ടായിരുന്നു. പക്ഷെ അതിന്റെ തണ്ട് വലിച്ചു പറിച്ച് കളഞ്ഞു വെച്ചാണ് ഇത് ഞാൻ വലിച്ചു കൂട്ടി. അതിപ്പോൾ എവിടെയാണെന്നൊന്ന് നോക്കാൻ. ഇതിനകത്തൊന്നും ഉണ്ടാവില്ല ചമ്മ. ഇത് വെറുതെ കരിഞ്ഞു പോയില്ലേ? ആ നമുക്ക് കിടന്ന് ഉറങ്ങാം. എവിടെ കുത്തണ്ടെന്ന് പറയാം. തണ്ടുണങ്ങി കഴിയുമ്പോഴാണ് കാച്ചിൽ മാന്തണത്. തണ്ടുണങ്ങിയെന്ന് പറഞ്ഞ് ഇവിടെ ഒന്നും ഇല്ലെന്ന് പറയണേ. അവിടെ കുത്തി നോക്ക് എവിടെയാണെന്ന്. എവിടെയാ കുളിക്കണ്ടേന്ന് പറ. അവിടെ കുത്തി നോക്ക്. ആ തണ്ട് എവിടെയാണ് ഉണങ്ങിപ്പോയെന്ന് ഞാൻ കണ്ടില്ല. നിരപ്പൊന്ന് കുത്തി നോക്ക്. ഉണ്ടെങ്കിൽ കാച്ചിൽ മുട്ടും. ഇങ്ങനെ കുത്തിയാ മതിയാ? ഓ, ഞാൻ ആ തണ്ട് കണ്ടതാണ്. നീ എവിടാ? ഇത് ചീഞ്ഞു, വെള്ളം കയറുമ്പോഴേ ഇനി ചീഞ്ഞു പോവാതെ ഇപ്പം നമ്മൾ നോക്കിയെടുത്തില്ലെങ്കിൽ. അമ്മ ഇവിടെ കാച്ചിലും ഒന്നുമില്ല. കൊറേ നേരം കിടന്ന് മാന്തണത്. മാന്തി നോക്കടി, ഞാനിത് കണ്ടതല്ലേ. പിന്നെ അച്ചാമ്മ നട്ട എന്ത് സാധനത്തിലാണ് കായ ഉണ്ടാക്കുന്നത്? കണ്ട, ഇതാണ് കാച്ചിൽ. കണ്ട, ആരെന്തോ കല്ലെന്തോ മറ്റേണ്. കല്ല് അതേ ചിരട്ട കൊണ്ടപ്പോ തൊലിപ്പോയ കണ്ടതേ. കണ്ട, അത് കാച്ചില്. ഇനിയിപ്പോ എന്താണ് ഇത്? മാന്തി എടുക്കണം. പിന്നെ അതിന്റെ വേര് താഴേക്ക് ഇറങ്ങിപ്പോയിക്കണം. അത് എടുക്കാൻ തന്നെ നല്ല പണിയായിരിക്കും. ഞാനൊന്നുമില്ല. മാന്തടി അങ്ങോട്ട്. ഇതെന്താ ചാമ്മ ഒന്നും മഞ്ഞില്ലല്ല. എന്താ അമേരിക്കക്കാരെ നട്ട കാച്ചില്ലാന്ന് തോന്നണം. അവിടെ നിന്നുള്ള ചിങ്ങാട്ട് വന്നേക്കെ. നീയല്ല പറഞ്ഞത് ഞാൻ നട്ടൊന്നും ഉണ്ടാക്കിയല്ല കായ്ക്കലെന്നൊക്കെ. അടിയിലേക്ക് പോയേക്ക്. ഞാൻ അപ്പളേ പറഞ്ഞ് പോയി കിടന്നുറങ്ങാന്ന്. ഈ മേലെ താഴത്തേക്കുള്ള സാധനങ്ങളൊന്നും നട്ടേക്കല്ലേ. എനിക്കൊന്നും മേലെ മാന്തേ. എന്നാ ഞാൻ ടെറസിന്റെ മേലിൽ കൊണ്ട് കാച്ചിൽ നടാടി. എവിടെയെങ്കിലും കൊണ്ടേ നട്. എവിടെ നട്ടിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതെന്തോ അബദ്ധത്തിന് ഉണ്ടായത്. വെള്ളമുള്ളത് കൊണ്ട് ഇളക്കം കിട്ടിയിട്ടുണ്ട്. പോരുമായിരിക്കല്ലേ? അതിന്റെ അടിയിലുണ്ടാവും നോക്കിയടി. പൊന്നച്ചാമി അതിന്റെ അടിയിൽ ഇനി ഒന്നുമില്ല. അതിന്റെ അടിയിൽ ഇനി പാതാളവേ ഉള്ളൂ. കണ്ട, ഞാൻ പറഞ്ഞില്ലേ അടിയിൽ മാന്തി നോക്ക്, കഷ്ണം ഉണ്ടാവും. ഒരു കഷ്ണം പോയത് കണ്ട. അല്ല മാന്തി നോക്കണ്ടേ, വെറുതെ പറഞ്ഞേ. ഇനി ഇതിപ്പോ ആർക്ക് കൊടുക്കാൻ പോണേ? കൊടുക്കാനാ? എടി ഇത് നല്ല ഗുണമുള്ള സാധനമാണ്. അയിലക്കറി ഇരിപ്പില്ലേ, നമുക്ക് ഇതും പൊഴിഞ്ഞ് വൈകുന്നേരം ചായ കുടിക്കാം. ആണല്ലേ? എങ്കിലേ കുറച്ച് ഭാഗം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് മിനി ചേച്ചിക്കും ബാക്കിയുള്ളവരും കൂടി കൊടുക്കാം. അതെന്തിനാ? അല്ലെങ്കിൽ പിന്നെ ഈ ആഴ്ച മൊത്തം ഞാൻ ഇത് രണ്ടുപേരും ഗുണമുള്ള സാധനമാണെന്നും പറഞ്ഞു. ഇതാകുമ്പോ അവർക്കും കുറച്ച് ഗുണം കിട്ടട്ടെ. അത് ഞാൻ തീരുമാനിക്കാം. ഞാൻ പാത്രം വെച്ച് നിർത്തണ്ട് വാ. ഏത് പാത്രം? ഇത് ഇഡ്ഡലി പാത്രം എടുത്തോണ്ട് വാ. മണ്ണിനടിയിലുണ്ടാകുന്ന എല്ലാ സാധനത്തിനും നല്ല ഗുണമാണ്. ഒരു കാര്യം ചെയ്യും, ഇതാ തെങ്ങിൻ്റെ ചോടില്ലേ, നാളെ തൊട്ടൊക്കെ മാന്തി എടുത്ത് പൊഴിഞ്ഞ് തിന്നു. ഭയങ്കര ഗുണമായിട്ട് തിന്നോടി. അതിനും ഗുണമുള്ളത് തന്നെയാണ്, തിന്നും. പക്ഷേ ഈ മണ്ണിൻ്റെ മേലെ നിൽക്കണതിനൊന്നും ഒരു ഗുണം ഉണ്ടാകില്ല.
ചെല്ലാനമ്പള്ളി പെരുന്നാളാച്ചാകുമ്പോ നമുക്ക് പോയാലോ? ചെല്ലാനം പള്ളിയിൽ പോകണമെങ്കിൽ നമ്മളെ നീണ്ടവരപ്പള്ളി പെരുന്നാളുണ്ടല്ലോ. അതിനെന്താ, നമുക്ക് അവിടെയും പോകും ഇവിടെയും പോകും. കാച്ചിൽ കൊണ്ട് മെഴുക്ക് പറ്റി ഉണ്ടായി തിന്നിട്ടുണ്ടാ? എന്ത് രസമാണെന്നും പറഞ്ഞ. അച്ഛമ്മ കൂടുതൽ തേൻ പറ്റണ്ട, നമ്മൾ ഒരു മെഴുക്ക് പറ്റി ഉണ്ടാക്കാൻ പോണില്ല. നമ്മൾ ഇത് മുറിക്കും, അവർക്ക് എല്ലാവർക്കും കൊടുക്കും. എന്നാലേ ഞാനിത് മെഴുക്ക് വരട്ടും കഴിക്കും, നിനക്ക് വേണ്ട തിന്നണ്ട, പട്ടിണി കിടക്ക്. അല്ലെങ്കിലും നല്ല നന്നായിട്ട് ചേരിക്കുക. അയ്യോ അതങ്ങനെയല്ലല്ല, എന്നിട്ട് നല്ലോണം ചേരണണ്ടല്ലോ ചേരില്ലെന്ന് പറഞ്ഞിട്ട്. ഇതുണ്ടാക്കുമ്പോ ഈ കയ്യിലേന്ന് പോണ പോലെ ഒന്നും ഉണ്ടാക്കാൻ പാടില്ലേ? ആ പള്ളിയിലെ പാട്ടാ കേൾക്കണ, നല്ലോണം കേൾക്കാല്ലേ ഇവിടം വരെ. അതെ, ഇത്രയും വെള്ളത്തിന് നടുക്കായതാണ് നല്ലോണം കേൾക്കണത്. കൊള്ളാം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നന്നായി സൂപ്പറായിരിക്കുമെന്ന്. എങ്ങനെ എങ്ങനെ ഇതൊന്ന് കുത്തിയെടുക്കാൻ പറഞ്ഞ ഉറക്കം പറഞ്ഞ എന്നോട് ഒരു വഴക്കിട്ടാളാണ് ഇത് പറയണം. അയ്യാടാ മോള് ഒറ്റക്കാണല്ലോ അപ്പൊ മാന്തിയത്. മോള് 2 കുത്തു കുത്തിയിട്ട് എളിയിൽ കൈയും കെട്ട് നിന്ന്, ഞാനാണ് അവിടെ മൊത്തം ചേട്ടക്ക് കളച്ചിട്ടത്. കേട്ടാ പടക്കാൻ പൊട്ടി. സത്യം സത്യം സത്യം. സൗണ്ട് ഇടാ, നമുക്ക് പള്ളിപ്പെരുന്നാളിന് പോയാലോ? പോണേ പോകാം. ഇനിയിപ്പോൾ അമ്പലത്തിലും പള്ളിയിലൊക്കെ ഉത്സവമായി, എവിടെ വേണേലും ഇപ്പോൾ പോകാം. തെക്കേപ്പള്ളിയിലും പെരുന്നാളാണല്ലോ.